ആദ്യമായിട്ട് പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം തുടങ്ങുകയാണ്. 2023 ആഗസ്റ്റ് 20 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കണത്. അത് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ക്രൈസിസിൻ്റെ പുറത്താണ് ഞാനിത് ഉടമ്പടി എടുക്കാൻ കാരണം. ആദ്യമായിട്ട് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കാനാണ് ആഗ്രഹിച്ചത്. അത് സാധിച്ച് 2022, 23, 24 വർഷങ്ങളിൽ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത് 22-ാം വർഷം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടി എടുത്തോളാം. ഞങ്ങൾക്ക് ഒരു 13 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. ഞങ്ങളൊരു സ്ഥലം വാങ്ങിയതായിരുന്നു. അത് ഞങ്ങളങ്ങനെ കടം ബാധ്യതപ്പെടാണ്ട് ജീവിക്കണതിൻ്റെ പേരിൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തീർന്നു. ഒരു ചിട്ടിയും ഉണ്ടായിരുന്നു KSF-യിൽ. അപ്പോൾ ആ ചിട്ടി കിട്ടും, വേഗം തന്നെ കടം വീട്ടാം എന്നുള്ളൊരു ധാരണയായിരുന്നു. ഞാൻ ശക്തമായിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്കിത് അമ്മ നടത്തി തന്നെ, അമ്മയ്ക്ക് എല്ലാം സാധ്യമാണല്ല. അമ്മ ഇവിടെ വന്ന ഒരു മക്കളെ അമ്മ ഉപേക്ഷിക്കാറില്ലല്ല. എനിക്ക് ഈ ബാധ്യത വീട്ടാനായിട്ട് എനിക്ക് ആ ചിട്ടി വിളിച്ചെങ്കിലും തരണം എന്ന് പറഞ്ഞ് 2023 ജപമാല റാലി പങ്കെടുത്ത് തിരിച്ച് നവംബറിലെ ചിട്ടി പൈസ അടച്ച് എനിക്ക് അന്ന് 11,10,000 രൂപ എനിക്ക് ചിട്ടി വിളിച്ച് കിട്ടി. 2024 ആദ്യമാണ് എനിക്ക് ആ പൈസ കിട്ടിയത്. കടബാധ്യതകളെല്ലാം തീർത്ത് സമാധാനമായി. അതെൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ അത്രയും 5 വർഷം ഞാൻ ഉരുകിയതിന് കണക്കില്ല. ഞാൻ ദിവസവും പള്ളിയിൽ പോകും, ജപമാല ചെല്ലും, വചനം വായിക്കും, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ അടുത്ത് വന്നാണ് എനിക്ക് അമ്മ തന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാക്ഷ്യം തന്നെയാണത്. അതുകൂടാണ്ട് 2025 ഫെബ്രുവരി 10 എനിക്കൊരു കാർഡിയാക് അറസ്റ്റ് വന്നു. ഞാൻ 12 വർഷമായിട്ട് ഞാൻ വാൽവിന് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. അത് ഞാൻ ചെക്കപ്പ് 12 വർഷമായിട്ട് മുടക്കിയിട്ടേക്കായിരുന്നു. ഞാനും മോനും കൂടി ചെക്കപ്പിന് വേണ്ടി പോയതാണ്. പക്ഷേ അത് അമ്മ എന്നെ കൊണ്ടുപോയതായിരുന്നു. അവിടെ വെച്ച് എനിക്ക് പെട്ടെന്ന് എക്കോ കഴിഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ പോയി. ഞാൻ ഇത്രയും പറഞ്ഞോളൂ. എക്കോ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മേ കൃപാസന പ്രസാദപര മാതാവേ, എനിക്കൊന്നും ഇപ്പോൾ പറയാൻ കിട്ടണില്ല, അമ്മ എല്ലാം ഈശോനോട് പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു നിന്ന് എന്നെ ചികിത്സിച്ച ഡോക്ടർ വരെ പറഞ്ഞ് ദൈവത്തിൻ്റെ വലിയൊരു രക്ഷാവലയത്തിലാണെന്ന്. അത് മോൻ അനുഭവപ്പെടുകയും ചെയ്ത് അമ്മ അവിടെ ഉണ്ടായിരുന്നെന്ന്. അതിനുശേഷം എനിക്ക് അതൊരു 18 ദിവസമായിട്ടുള്ളൂ, എനിക്ക് വലിയൊരു പൊള്ളൽ സംഭവിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊന്നും കൊണ്ടും വത്സ പിന്നോട്ട് പോകില്ല. ഞാൻ അതും വെച്ച് ദിവസവും ദിവ്യബലിയിൽ സംബന്ധിച്ചായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്താണ്. ഞാൻ ആലുവ പെരിയാർമുഖം ഇടവകയിലാണ് താമസിക്കുന്നത്. എൻ്റെ പേര് വത്സ എന്നാണ്. ഇനിയുള്ളത് മോൻ പറയും. ഇത്രയും ഈ സാക്ഷ്യം എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം തന്നെയാണ്. ഇനിയും എനിക്ക് സാക്ഷ്യം പറയാൻ ഈ അൾത്താരയിൽ അമ്മ എന്നെ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മോൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. എൻ്റെ പേര് എബി എന്നാണ്. 2024 ജനുവരി 7 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള മെയിൻ കാരണം അമ്മയ്ക്ക് ലഭിച്ച ഒരു കൃപയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടാതിരുന്ന ചിട്ടി 5 വർഷത്തിന് ശേഷം ചിട്ടി ലഭിച്ചപ്പോൾ ആണ് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചത്. എന്നോട് അമ്മ പല പ്രാവശ്യം പറയുമായിരുന്നു ഉടമ്പടി എടുക്കണം, പക്ഷേ ഞാൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു. കാരണം ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ ജോലി സ്ഥലത്ത് വെച്ച് ദേഷ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഉടമ്പടി പാലിച്ചു പോകാൻ സാധിക്കില്ല. അങ്ങനെ ഓരോരോ റീസൺസ് പറഞ്ഞ് ഞാൻ ഒഴിവാക്കുമായിരുന്നു. പക്ഷേ 5 വർഷത്തെ ഞങ്ങളുടെ ഒരു വേദന മാതാവ് പെട്ടെന്ന് എടുത്ത് മാറ്റിയപ്പോൾ എനിക്ക് ഉടമ്പടിയിലേക്ക് വരണം എന്നുള്ളൊരു ചിന്ത എന്നിൽ ജനിച്ചു. എൻ്റെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു യൂറിൻ ഇൻഫെക്ഷൻ അഫക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഡോക്ടറെ കാണുകയും ഡോക്ടർ മെഡിസിൻസ് തരുകയും ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡോക്ടർ എനിക്കൊരു മെഡിസിൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഗ്യാസിൻ്റെ ടാബ്ലറ്റ് യൂറിൻ ഇൻഫെക്ഷൻ്റെ മെഡിസിൻ എടുക്കുമ്പോൾ തരേണ്ടതാണ്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി പുള്ളി തന്നില്ല. അതിനാൽ എനിക്ക് അൾസർ വരികയും വയറ്റിൽ രക്തം പോവുകയും ചെയ്തായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻസ് കഴിച്ചു, ആയുർവേദം കഴിച്ചു, ഹോമിയോപ്പതി കഴിച്ചു. ഇതിലൊന്നും എനിക്കൊരു റിലീഫ് കിട്ടുന്നുണ്ടായിരുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ അത്ര നേരത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. വയറ് കത്തുന്നൊരു ഫീലാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അതുപോലെ നെഞ്ചത്തേക്ക് ഇങ്ങനെ ഗ്യാസും പുളിച്ച് കെട്ടി വരുമായിരുന്നു. ഭയങ്കര എരിച്ചിലായിരുന്നു. കിടക്കാനും ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്.
എന്ത് കഴിച്ചാലും ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി തൈലം എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് ശേഷം വയറിൻ്റെ ഭാഗത്ത് പുരട്ടുകയും ഉപ്പ് ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ എരിച്ചിലും ആ ബുദ്ധിമുട്ടുകളെല്ലാം എന്നെ വിട്ട് മാറി. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അപ്പൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ അപ്പനൊരു മെയ്സണാണ്. അപ്പോൾ പുള്ളിക്ക് ക്ലൈമറ്റിനനുസരിച്ചായിരിക്കും അവർക്കൊരു ജോബ് കൂടുതലും കിട്ടുന്നത്. മഴയൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി കുറവായിരിക്കും. അങ്ങനെ ഒരു 6-7 മാസമൊക്കെ അപ്പന് ജോലി ഇല്ലാത്ത അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിൽ ഞാനൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ അപ്പന് സ്ഥിരമായിട്ട് ജോലി കിട്ടണമെന്നായിരുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അപ്പന് ഇപ്പോൾ സ്ഥിരമായിട്ട് ജോലിയുണ്ട്. എല്ലാ ദിവസവും അപ്പന് ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം, ഞാൻ 2017 ബിടെക് ഓട്ടോമൊബൈൽ പാസ് ഔട്ടായിട്ടുള്ള ഒരാളാണ്. പാസ്സായിട്ടായി ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു 6 സപ്ലി ഉണ്ടായിരുന്നു. തുടർന്നൊരു 4 വർഷത്തോളം ഞാൻ ആ സപ്ലി പേപ്പേഴ്സ് എഴുതിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പേപ്പർ പോലും ജയിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം എഴുതി എൻ്റെ എല്ലാ പേപ്പേഴ്സും ഞാൻ ക്ലിയറാക്കി. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ പൈസ ആവശ്യമുള്ള രോഗികൾ അവശർക്കൊക്കെ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പകുതി പത്രം അക്രൈസ്തവർക്കും പകുതി ക്രൈസ്തവർക്കുമാണ് കൊടുക്കാറ്. പിന്നെ ധ്യാനത്തിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതിന് കുറേ പേര് എന്നെ കളിയാക്കാറുണ്ട്, പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. കൃപാശ്രം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു.